നമസ്കാരം. സ്വിസ് പെൻഷൻ സിസ്റ്റം 2025 മുതൽ അടിമുടി മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് വഴികളുടെ, രണ്ട് തീരുമാനങ്ങളുടെ ഒരു കഥയാണ്. കഥയിലെ പ്രധാനികളെ നമുക്ക് പരിചയപ്പെടാം. ഗൈഡോയും മത്തിയാസും ഇരട്ട സഹോദരങ്ങളാണ് കേട്ടോ. ഇപ്പോൾ തന്നെ 40 വയസ്സായി. രണ്ടുപേരും റിട്ടയർമെന്റിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്ലാനുകൾ തമ്മിൽ ഒരു സാമ്യവുമില്ല. ഗൈഡോയ്ക്ക് നേരത്തെ റിട്ടയർ ചെയ്ത് തന്റെ ഇഷ്ടപ്പെട്ട ബോൺസൈ ചെടികളുമായിട്ടങ്ങ് കൂടണം. നേരെ മറിച്ച് ഡോക്ടറായ മത്യാസിന് പറ്റുന്നത്ര കാലം ജോലിയിൽ തന്നെ തുടരാനാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗൈഡോയുടെ വഴി തന്നെ നോക്കാം. അതായത് നേരത്തെ റിട്ടയർ ചെയ്യുന്നതിനെക്കുറിച്ച്. ഈ പുതിയ നിയമങ്ങളിലെ ഏറ്റവും കിടിലൻ കാര്യം എന്താണെന്നറിയോ? അത് തരുന്ന ഫ്ലെക്സിബിലിറ്റിയാണ്. ശരിക്കും ഒരു രക്ഷയുമില്ല. പണ്ടത്തെ ആ കർശനമായ നിയമങ്ങളൊക്കെ മാറി ഇപ്പോൾ നിങ്ങൾക്ക് 63 വയസ്സിനും 70 വയസ്സിനും ഇടയിൽ ഏതു മാസം വേണമെങ്കിലും പെൻഷൻ വാങ്ങിത്തുടങ്ങാം. അതും മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമായോ, അതായത് 20% മുതൽ 80% വരെ. എന്തിനു പറയുന്നു, ഒരു വർഷവും 2 മാസവും നേരത്തെ പെൻഷൻ വേണമെന്ന് വിചാരിച്ചാൽ അതും നടക്കും. അത്രയ്ക്ക് ഫ്ലെക്സിബിളാണ് കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഗൈഡോ ഈ അവസരം ശരിക്കും മുതലാക്കുകയാണ്. പുള്ളിയുടെ പ്ലാൻ ക്ലിയറാണ്. കൃത്യം 63 വയസ്സാവുമ്പോൾ, അതായത് 2 വർഷം നേരത്തെ തന്നെ പെൻഷൻ വാങ്ങിത്തുടങ്ങണം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 63 വയസ്സിൽ പെൻഷൻ കിട്ടിത്തുടങ്ങിയാലും ഒരു കാര്യം മറക്കരുത്. ഔദ്യോഗിക റിട്ടയർമെന്റ് പ്രായമായ 65 വയസ്സുവരെ ഗൈഡോ AHVY കോൺട്രിബ്യൂഷനുകൾ അടച്ചേ പറ്റൂ. ഈ വിഹിതം കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ ആസ്തിയും പെൻഷൻ വരുമാനവുമൊക്കെ നോക്കിയിട്ടായിരിക്കും. നേരത്തെ റിട്ടയർ ചെയ്യുന്നതിന് ഒരു വില കൊടുക്കേണ്ടി വരും, അല്ലേ? ഗൈഡോയുടെ കാര്യത്തിൽ ആ വില ഇതാണ്. അദ്ദേഹത്തിന്റെ പെൻഷനിൽ ജീവിതകാലം മുഴുവൻ 13.6% ഒരു കുറവുണ്ടാകും. അപ്പോൾ ഈ 13.6% എങ്ങനെ വന്നു എന്നല്ലേ? കണക്ക് സിമ്പിളാണ്. നിങ്ങൾ പെൻഷൻ നേരത്തെ എടുക്കുന്ന ഓരോ വർഷത്തിനും 6.8% വെച്ച് കുറയും. ഗൈഡോ 2 വർഷം നേരത്തെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ 6.8% 2 തവണ, അതാണ് 13.6%. ഓർക്കണം, ഈ കുറവ് ജീവിതകാലം മുഴുവനുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നേരെ മത്യാസിന്റെ പ്ലാനിലേക്ക് പോകാം. കൂടുതൽ കാലം ജോലി ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, മത്യാസിന് തന്റെ ജോലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പുള്ളി നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. പറ്റുന്നത്രയും കാലം ജോലി ചെയ്യുക, എന്നിട്ട് പെൻഷൻ വാങ്ങുന്നത് പരമാവധി പ്രായമായ 70 വയസ്സുവരെ അങ്ങ് നീട്ടിവെക്കുക. ഇതാണ് പ്ലാൻ. എന്നാൽ ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരു ഡെഡ്ലൈൻ. 65 വയസ്സിൽ ഒഫീഷ്യൽ റിട്ടയർമെന്റ് പ്രായമെത്തുമ്പോൾ കൃത്യം 1 വർഷത്തിനുള്ളിൽ, അതായത് അടുത്ത 12 മാസത്തിനുള്ളിൽ മത്യാസ് AHVയിൽ രജിസ്റ്റർ ചെയ്യണം. എന്തിനാണെന്നോ? ഈ ബോണസ് ക്ലെയിം ചെയ്യാൻ. ഈ 1 വർഷത്തെ സമയപരിധി വിട്ടുപോയാൽ പിന്നെ ആ ബോണസ് കിട്ടില്ല. അത് പൂർണ്ണമായും നഷ്ടപ്പെടും. അപ്പോൾ ഇത് മറക്കാനേ പാടില്ല. പിന്നെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ പെൻഷന്റെ ഒരു ഭാഗം മാറ്റിവെക്കാൻ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്താൻ, അതായത് എത്ര ഭാഗമാണ് മാറ്റിവെക്കുന്നത് എന്നതിൽ മാറ്റം വരുത്താൻ 63നും 70നും ഇടയ്ക്ക് ഒരൊറ്റ തവണയേ അവസരമുള്ളൂ. അതുകൊണ്ട് നന്നായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണിത്. അപ്പോൾ ഇത്രയും കാലം കാത്തിരുന്നതിന് മത്യാസിന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നല്ലേ? ഇതൊന്നു നോക്കൂ. ജീവിതകാലം മുഴുവൻ 31.5% കൂടുതൽ പെൻഷൻ. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു നേട്ടം തന്നെയാണ്. ശരി, അപ്പോൾ നമുക്ക് ഈ 2 സഹോദരന്മാരുടെയും തീരുമാനങ്ങളൊന്ന് നേർക്കുനേർ വെച്ചു നോക്കാം. എന്താണ് ഇതിൻ്റെയൊക്കെ ഫലമെന്ന് വ്യക്തമായി മനസ്സിലാക്കാമല്ലോ. ഈ ടേബിൾ കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒരാൾ 2 വർഷം നേരത്തെ റിട്ടയർ ചെയ്യുന്നു, മറ്റൊരാൾ 5 വർഷം കൂടുതൽ ജോലി ചെയ്യുന്നു. സാമ്പത്തികമായി നോക്കിയാൽ ഗൈഡോക്ക് ജീവിതകാലം മുഴുവൻ 13.6% കുറവ്, മത്യാസിനോ 31.5% കൂടുതൽ. പിന്നെ ആ പ്രധാനപ്പെട്ട നിബന്ധനകൾ ഓർമ്മയുണ്ടല്ലോ. ഗൈഡോ 65 വയസ്സുവരെ കോൺട്രിബ്യൂഷൻ അടക്കണം, മത്യാസ് ആ 1 വർഷത്തെ ഡെഡ്ലൈനുള്ളിൽ ബോണസിന് രജിസ്റ്റർ ചെയ്യണം. പക്ഷെ 2 വഴിക്കും അതിൻ്റേതായ ഫ്ലെക്സിബിലിറ്റിയുണ്ട്. അതാണ് ഈ പുതിയ സിസ്റ്റത്തിന്റെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ഗൈഡോയുടെയും മത്യാസിനെയും കഥയിലൂടെ നമുക്ക് ഈ സിസ്റ്റത്തിന്റെ പ്രധാന കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഇത് മാത്രമല്ല, ചിലർക്ക് പ്രത്യേകമായി ബാധകമാകുന്ന ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടിയുണ്ട്. നമുക്കതും കൂടി ഒന്ന് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ട്രാൻസിഷണൽ ജനറേഷൻ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ചാണ്. അതായത് 1961നും 1969നും ഇടയിൽ ജനിച്ച സ്ത്രീകൾ. ഈ പുതിയ മാറ്റങ്ങളിൽ അവർക്ക് ചില പ്രത്യേക പരിഗണനകളുണ്ട്. റിട്ടയർമെന്റ് പ്രായം കൂട്ടിയതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായി ഈ തലമുറയ്ക്ക് ജീവിതകാലം മുഴുവൻ പെൻഷനോടൊപ്പം ഒരു അധിക തുക, അതായത് ഒരു സപ്ലിമെന്റ് കിട്ടും. ഈ തുക എത്രയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ ശരാശരി വാർഷിക വരുമാനമനുസരിച്ചായിരിക്കും.
നിങ്ങൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വരുമാനം വെച്ച് ഈ തുക എത്ര വരുമെന്ന് കൃത്യമായി കണക്കുകൂട്ടാൻ ഓൺലൈനിൽ കാൽക്കുലേറ്ററുകൾ ലഭ്യമാണ്. അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതാണ്. അത് നിങ്ങളിലേക്ക് അഡാപ്റ്റ് ആവും. നിങ്ങളുടെ പ്ലാനുകൾ എന്താണോ അതിനനുസരിച്ച് പെൻഷൻ ക്രമീകരിക്കാൻ പറ്റും. നിങ്ങളൊരു ഗൈഡോടെ വഴിയിലാണോ അതോ മത്യാസിന്റെ വഴിയിലാണോ പോകുന്നത് എന്നതൊന്നും പ്രശ്നമല്ല. നിങ്ങളുടെ ജീവിതത്തിന് ചേർന്ന ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഇപ്പോൾ സാധിക്കും. അപ്പോൾ അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ്. ഗൈഡോ അതോ മത്യാസ്, ഇതിൽ ഏതു വഴിയാണ് നിങ്ങളുടേത്? നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ ഈ കാര്യങ്ങൾ ഒരു തുടക്കമാകുമെന്ന് വിശ്വസിക്കുന്നു.